അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ അശ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിദില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം വബാരിക അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാറക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി. സ്നേഹാദരണീയരായ വിശ്വാസിനി സഹോദരങ്ങളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സുഹൃത്തുക്കളെ, ചുണ്ടിൽ തക്ബീർ ധ്വനികളുടെ മന്ത്രവുമായി വീണ്ടും ഒരു ഈദുൽ ഫിത്തർ നമ്മളിലേക്ക് ആഗതമായിരിക്കുകയാണ്. ഒരു മാസക്കാലത്തോളം നേടിയെടുത്ത ആത്മവിശുദ്ധിയും തഖ്വയും സൃഷ്ടാവായ അള്ളാഹുവിന്റെ മുൻപിൽ പ്രഖ്യാപിച്ചുകൊണ്ട് സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്നും ഇന്ന് അള്ളാഹുവിന്റെ മുൻപിൽ പ്രഖ്യാപിക്കുകയാണ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹുവേ, നീയാണ് വലിയവൻ. അല്ലാഹുവേ, നീയാണ് സ്തുതിക്കപ്പെടേണ്ടവൻ. ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് സംവിധാനിക്കുന്ന, ഈ ലോകത്തുള്ള മനുഷ്യരാശിയെയും ജന്തുവർഗങ്ങളെയും കൃത്യമായി സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന സൃഷ്ടാവിന്റെ മുൻപിൽ തന്റെ നെറ്റിത്തടം ചേർത്ത് വെച്ചുകൊണ്ടും ഹൃദയം തുറന്നുകൊണ്ടും ലോക മുസ്ലിമീങ്ങളും നമ്മളും പ്രഖ്യാപിക്കുകയാണ്, നാഥാ, നീയാണ് വലിയവൻ. പ്രത്യേകിച്ച് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഏറെ പ്രസക്തമായ ഒരു പ്രഖ്യാപനമാണ് ഇന്ന് മുസ്ലിം സമൂഹം ഈ സമൂഹത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം അത്രയേറെ നാടും നഗരങ്ങളും മാറിക്കൊണ്ടിരിക്കുകയും ജീർണതയിലേക്കും അന്ധകാരത്തിലേക്കും അന്ധവിശ്വാസത്തിലേക്കും നീങ്ങിക്കൊണ്ടിരിക്കുന്ന, മനുഷ്യന്റെ ജീവിതങ്ങളും സംസ്കാരങ്ങളും ഏറെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഓരോരുത്തരും സൃഷ്ടാവിന്റെ മുൻപിൽ അള്ളാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഭാഗത്ത് മതം പഠിപ്പിക്കേണ്ട പുരോഹിതന്മാർ കെട്ടുകഥകളിലൂടെ ഇസ്ലാമിനെ വികൃതവൽക്കരിക്കപ്പെടാനും സമൂഹത്തിന്റെ മുൻപിൽ ഇതര മതങ്ങൾക്ക് മുൻപിൽ പരിഹാസ്യമാക്കാനും മത്സരിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ തന്നെ മനുഷ്യ സംസ്കാരത്തിന്റെ ജീവിത രംഗങ്ങളിലുണ്ടായ ജീർണതകൾ എത്രത്തോളം മനുഷ്യനെ മൃഗതുല്യനാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്ന വാർത്തകളാണ്, കാഴ്ചകളാണ് ഇന്ന് സമൂഹത്തിന്റെ പല ഭാഗത്തും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. 19 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനാൽ വെട്ടിക്കൊല്ലപ്പെടുത്തുന്ന മാതാവും പ്രാണനെ പോലെ നെഞ്ചോട് ചേർത്ത് പിടിക്കേണ്ടതിന് പകരം കൊല്ലാൻ കൊട്ടേഷൻ കൊടുക്കുന്ന ഭാര്യമാരും, ഒരായുസ് മുഴുവൻ മക്കൾക്ക് വേണ്ടി ജീവിതം നീക്കിവെച്ചിട്ടും മക്കളെ വൃദ്ധസദനത്തിലും അനാഥ മന്ദിരങ്ങളിലും ഉപേക്ഷിക്കുന്ന മക്കളും, നിസ്സാരമായ കാരണത്തിന്റെ പേരിൽ പരസ്പരം കൊന്നൊടുക്കലും കൊലപാതകങ്ങളും അതിനേക്കാളേറെ മാരകമായ ലഹരിയുടെ വിപത്തും വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. അവിടെയാണ് ലോകത്തിന്റെ സൃഷ്ടാവിന്റെ വാക്കുകൾ ഇന്ന് ഈ മനുഷ്യന്റെ ജീവിതത്തിൽ പ്രകടമായി കൊണ്ടിരിക്കുന്നതും. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ച ഒരു വാക്യം, ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ.
ഈ ലോകത്ത് മറ്റൊരു സൃഷ്ടികൾക്കും റബ്ബ് കൊടുക്കാത്ത ഏറ്റവും മനോഹരമായ ഒരു ജീവിതത്തോടു കൂടിയാണ് മനുഷ്യരെന്ന മഹാ അനുഗ്രഹത്തെ അല്ലാഹു തആല ഈ ലോകത്തേക്ക് നിശ്ചയിച്ചിട്ടുള്ളത്. 5000 വർഷങ്ങൾക്ക് മുൻപ് കാക്ക കൂടുകെട്ടുന്നതും ചുള്ളിക്കമ്പ് കൊണ്ട് മരക്കൊമ്പിലാണെങ്കിൽ, ഇന്നും കാക്കകൾ കൂടുകെട്ടുന്നത് ചില്ലിക്കമ്പുകൾ കൊണ്ട് മരക്കൊമ്പിലാണെങ്കിൽ, 5000 വർഷങ്ങൾക്ക് മുൻപ് കാട്ടുപ്രദേശങ്ങളിലും പാറകൾ തുറന്നും ജീവിച്ചിരുന്ന മനുഷ്യനെ പിന്നീട് ഓലപ്പുരയിലേക്കും ഓടിട്ട വീട്ടിലേക്കും ടെറസിന്റെ വീട്ടിലേക്കും ഈ കാണുന്ന സർവ്വ സൗകര്യങ്ങളുമുള്ള ലോകത്തേക്ക് സിട്ടാവ് കൈപിടിച്ചിട്ടുണ്ടെങ്കിൽ, ആദമിന്റെ മക്കളെ നിങ്ങളെ സിട്ടാവ് ഏറെ ആദരിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട് എന്നതാണ് ഈ സമൂഹത്തിൽ നമുക്ക് ബോധ്യപ്പെടാൻ സാധിക്കുന്നത്. ആ മനുഷ്യരത നിന്ദ്യരിൽ നിന്ദ്യനായി, നികൃഷ്ടരിൽ നികൃഷ്ടനായി, മൃഗങ്ങൾ പോലും ചെയ്യാൻ അറയ്ക്കുന്ന തോന്നിവാസങ്ങളും മൃഗങ്ങൾ പോലും ചെയ്യാൻ അറയ്ക്കുന്ന വൃത്തികേടുകളുമായി ഇന്ന് സമൂഹത്തിന്റെ ഇടയിൽ മനുഷ്യനെന്ന പേരിന് പോലും യോജിക്കാത്ത പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ, പലരും ചോദിക്കുന്ന ഒരു ചോദ്യം, എങ്ങനെയാണ് ഈ മനുഷ്യരാശിയെ നന്മയുടെ വഴിയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുക? എന്താണ് പരിഹാരം? മനുഷ്യന്റെ ജീവിതത്തിന്റെ നന്മകൾ കാണിച്ചു കൊടുക്കാൻ, മനുഷ്യന്റെ ജീവിതത്തിന്റെ ശരിയായ ദിശകൾ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ എന്താണ് മനുഷ്യന് സാധിക്കുക എന്ന് ആർത്തലച്ചു വരുന്ന മനുഷ്യന്റെ തിന്മകൾക്ക് മുൻപിൽ ചോദ്യചിഹ്നം പോലെ തോന്നുന്നുണ്ട് എങ്കിൽ, പലരും അതിനെ ദുർവ്യാഖ്യാനിച്ചു. മതമാണ് പ്രശ്നം, മതം ഉപേക്ഷിച്ചാൽ മതി എന്നൊരു ചിന്ത ഇന്നത്തെ തലമുറകളിലേക്ക് കുത്തിവെക്കാൻ ചില ലിബറലുകൾക്ക് സാധിച്ചു. മതത്തിന്റെ വിശ്വാസത്തിന്റെ വേലിക്കെട്ടുകൾ പൊട്ടിച്ചെറിഞ്ഞാൽ മാത്രമേ നമുക്ക് നമ്മളുടെ ജീവിതം ആസ്വദിക്കാൻ സാധിക്കൂ എന്ന് ഇന്നത്തെ തലമുറയുടെയും കുടുംബങ്ങളുടെയും ഹൃദയങ്ങളിൽ കൊത്തിവെച്ചതിന്റെ കണ്ണുനീരാണ് ഇന്ന് കേരളത്തിന്റെ ഓരോ തെരുവോരങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിൽ, പ്രിയപ്പെട്ടവരെ, മതമൊരിക്കലും മനുഷ്യന്റെ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതല്ല. മുസ്ലിം സ്ത്രീകളുടെ പർദ്ദകൾ പോലും ഇസ്ലാമിന്റെ ചട്ടക്കൂടാണെന്ന് ബോധ്യപ്പെടുത്തി മുസ്ലിം കുടുംബത്തിലെ പെൺമക്കളെ കൊണ്ട് പർദ്ദയിപ്പിച്ച് ഹാഫ് സ്ലീവും ലെഗിൻസും ധരിച്ച് ആണിനെ പോലെ വേഷം കെട്ടാൻ പഠിപ്പിക്കുന്ന ലിബറൽ മനോഭാവത്തിന്റെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന മതനിരാസതയും മതനിഷേധവും മതത്തിന്റെ പ്രവർത്തനങ്ങളും ഒരിക്കലും മനുഷ്യന്റെ ജീവിതത്തിൽ യഥാർത്ഥ ദിശയിലേക്ക് കൊണ്ടെത്തിക്കുകയില്ല. കാരണം ഇന്നൊരു മനുഷ്യനെ രക്ഷപ്പെടുത്താൻ സാധിക്കണമെങ്കിൽ അവനൊരു കൃത്യമായ മതവിശ്വാസിയാവണം. എന്തുകൊണ്ട് ഞാൻ കള്ളു കുടിക്കുന്നില്ല, എന്റെ പിതാവ് എന്നോട് കുടിക്കരുത് എന്ന് പറഞ്ഞതിന്റെ പേരിലല്ല. എന്റെ മതം എന്നെ പഠിപ്പിച്ചു, കള്ള് നിങ്ങൾക്ക് നിഷിദ്ധമാ, സർവ്വ തിന്മകളുടെയും മാതാവാണ് ലഹരി. അതുകൊണ്ടൊരിക്കലും നിങ്ങൾ മദ്യത്തിലേക്കോ ലഹരിയിലേക്കോ പോകരുത് എന്ന് എന്റെ മതം എന്നെ പഠിപ്പിച്ചതിന്റെ പേരിൽ എന്തുകൊണ്ടാണ് ഞാൻ വ്യഭിചരിക്കാത്തത്? ഇന്നഹു കാന ഫാഹിശതൻ വസഅ സബീല, ഏറ്റവും മ്ലേച്ഛമായ ഒരു പ്രവൃത്തിയാണെന്ന് എന്റെ മതം എന്നെ ബോധ്യപ്പെടുത്തി കൊടുത്തതുകൊണ്ട്. എന്തുകൊണ്ടാണ് ഞാൻ എന്റെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നത്? മാതാപിതാക്കളെ സംരക്ഷിക്കാത്തവൻ മനുഷ്യകുലത്തിന് ചേർന്നവനല്ലെന്ന് എന്റെ മതം എന്നെ പഠിപ്പിച്ചതുകൊണ്ട്. ശരി, ആ മതം ഞാൻ ഉപേക്ഷിക്കുകയാണെങ്കിൽ പിന്നീട് ഞാൻ തോന്നിവാസിയായി മാറും. എനിക്ക് കുടിക്കാം, എനിക്ക് വ്യഭിചരിക്കാം, എനിക്കാരോടും തിന്മകളോടെ പെരുമാറാം, എനിക്ക് ഏത് തോന്നിവാസത്തിലും ഇടപെടാം. കാരണം എന്റെ ജീവിതത്തിൽ മതത്തിന്റെ വേലിക്കെട്ടുകൾ ഞാൻ പൊട്ടിച്ചെറിയുകയാണെങ്കിൽ അവിടെയാണ് ലോകത്തിന്റെ സൃഷ്ടാവ് മനുഷ്യ സൃഷ്ടിപ്പിന്റെ തുടക്കം മുതൽക്കേ ബോധ്യപ്പെടുത്തി തന്നതും, മനുഷ്യരെ നിങ്ങൾക്ക് നന്മയുടെ വഴി കണ്ടെത്താൻ സാധിക്കണമോ, നിങ്ങൾക്ക് ജീവിതത്തിന്റെ നന്മയുടെ പാന്താവിലൂടെ മുന്നേറാൻ സാധിക്കണമോ, നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ദുഃഖമോ നിങ്ങൾ അനുഭവിക്കുന്ന ഭയമോ നിങ്ങൾക്കുണ്ടാവാതിരിക്കണമെങ്കിൽ നിങ്ങൾ മടങ്ങേണ്ടത് നിങ്ങളെ സൃഷ്ടിച്ച് സംവിധാനിച്ച സൃഷ്ടാവിന്റെ ജീവിതം കാണിച്ചു തന്ന പ്രവാചകന്റെ ജീവിതത്തിലേക്കായിരിക്കണം. ആ ജീവിതത്തിന്റെ തിരിച്ചറിവിനാണ് ലോകത്തേക്ക് പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ടത്. ഒരു അമ്പിയാക്കളും ഈ ലോകത്തെ മനുഷ്യന്റെ തിന്മകളിലേക്ക് നയിക്കാൻ നിയോഗിക്കപ്പെട്ടവരല്ല. മറിച്ച് റബ്ബ് തന്നെ ഓർമ്മപ്പെടുത്തി അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു, ഹുവല്ലദീ അർസൽനാ, തീർച്ചയായും നിങ്ങളുടെ സൃഷ്ടാവ്
വമാ അർസൽനാ മിൻ ഖബലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹിയ ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. ഈ പ്രപഞ്ചത്തെ സംവിധാനിച്ച, ഈ ഭൂലോകത്തെ നിയന്ത്രിക്കുന്ന, മനുഷ്യന്റെ ജീവിതത്തിന്റെ സെക്കൻഡുകൾ നിയന്ത്രിക്കുന്ന, ആകാശങ്ങളിൽ വട്ടമിട്ട് പറക്കുന്ന പറവകളെയും ഭൂമിക്കടിയിൽ താമസിക്കുന്ന മണ്ണിരകളെയും ആഴക്കടലിലെ മത്സ്യങ്ങളെയും മനുഷ്യന്റെ ജീവിതത്തെയും സംവിധാനിച്ച നിങ്ങളുടെ സൃഷ്ടാവിനെ, ആരാധ്യനായ ഏകനായ അല്ലാഹുവിനെ, അവനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ. നിങ്ങളുടെ പ്രാർത്ഥനകൾ, നിങ്ങളുടെ നേർച്ചകൾ, നിങ്ങളുടെ ജീവിതത്തിന്റെ സർവ്വ സുജൂദുകളും ആ സൃഷ്ടാവിന്റെ മുൻപിലാവണമെന്ന് പഠിപ്പിക്കാൻ വേണ്ടിയ ഈ ലോകത്തേക്ക് സർവ്വ പ്രവാചകന്മാരെയും നിയോഗിച്ചത്. മറ്റൊരു ഭാഗത്ത് റബ്ബ് ഓർമ്മപ്പെടുത്തി, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശഊബൻ വകബായില ലിതഅറഫു ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാകും. ജനങ്ങളെ, നിങ്ങളെ നിങ്ങളുടെ സൃഷ്ടാവ് സൃഷ്ടിച്ചത് ഒരുമ്മയിൽ നിന്നും വാപ്പയിൽ നിന്നുമാണെന്ന് ചിന്തിക്കണം. പണക്കാരന് 2 വാപ്പയില്ല, കറുത്തവന് 2 വാപ്പമാരില്ല, വെളുത്തവന് 2 ഉമ്മമാരില്ല, കറുത്തവൾക്ക് 2 മാതാക്കളില്ല. ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ. ഏതൊരാൾക്കും ഒരുമ്മയും വാപ്പയും തന്നെയേയുള്ളൂ. എന്നിട്ടെന്തിനാണ് സൃഷ്ടാവ് നിങ്ങളെ വ്യത്യസ്ത കുടുംബത്തിലാക്കാനുള്ള കാരണം? ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാകും. നിങ്ങളിൽ ഏറ്റവും നല്ലവൻ ആ സൃഷ്ടാവ് നൽകുന്ന ബന്ധങ്ങളെ, മനുഷ്യരെ സ്നേഹിക്കുന്നവനാണെന്ന് ഈ ലോകത്തെ പഠിപ്പിച്ച മതം. ചിന്തിച്ചു നോക്കൂ. ജാതീയതയില്ലാത്ത, വർഗവെറിയില്ലാത്ത, വർണ്ണവെറിയില്ലാത്ത ഇസ്ലാമിന്റെ സന്ദേശം ഇന്നും ജാതീയത കൊണ്ടും തൊട്ടുകൂടായ്മ കൊണ്ടും തീണ്ടിക്കൂടായ്മ കൊണ്ടും മേൽജാതിയെ കൊണ്ടും കീഴ്ജാതിയെ കൊണ്ടും ഇന്ത്യ മഹാരാജ്യത്ത് ഓരോ ദിനങ്ങളും കൊലപാതകങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോ, മനുഷ്യന്റെ നിറങ്ങൾ നോക്കിപ്പോലും വേർതിരിവുകൾ സൃഷ്ടിക്കപ്പെടുന്ന ഈ സമൂഹത്തോട്, ഈ ജനങ്ങളോട് എക്കാലഘട്ടത്തിലും ഇസ്ലാമിന് പഠിപ്പിക്കാനുള്ള സന്ദേശം, മതമൊരിക്കലും ചൂഷണത്തിന്റെ മാർഗമല്ല. മതമൊരിക്കലും മനുഷ്യന്റെ പ്രതീക്ഷയെ തകർക്കുന്ന ഭീകരതയുടെ പര്യായങ്ങളല്ല. മറിച്ച് മതം മനുഷ്യനെ നന്മയിലേക്ക് നയിക്കുന്നതായിരിക്കണം. കുല്ലുക്കും ആദം വആദം മിൻ തുറാബ്. ഈ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരെല്ലാവരും ആദമിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടവരാണെങ്കിൽ, ആദം മിന തുറാബ്, ആദം മണ്ണിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെടുന്നതെങ്കിൽ, മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ. ഒരിക്കൽ കൂടി ഈ ലോകത്തേക്ക് നമ്മൾ നിയോഗിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നാളെ സൃഷ്ടാവിന്റെ അരികിലേക്ക് ഒരു മടക്കമുണ്ടെന്ന് വിശ്വസിക്കുന്നവർ, ആ വിശ്വാസത്തോടുകൂടി ഏകനായ റബ്ബിനെ മാത്രം ആരാധിക്കാൻ, അതായിരുന്നു അമ്പിയാക്കളുടെ മാർഗം. മൂസാ നബിയോട് ആ ജനത ചോദിച്ചൊരു ചോദ്യമുണ്ട്. മൂസ, ആരാണ് നിന്റെ രക്ഷിതാവ്? ആകാശത്തിന്റെ വിഹായസിലേക്ക് ചൂണ്ടി മൂസാ നബി പറഞ്ഞൊരു വാക്കുണ്ട്, റബ്ബുനല്ലദീ ഔതോ കുല്ല ശൈഇൻ ഖലഖഹു സുമ്മ ഹദാ. എന്റെ പരിചയപ്പെടുത്തപ്പെടുന്ന സൃഷ്ടാവ് ഓരോ വസ്തുക്കളെ സൃഷ്ടിക്കുകയും ആ സൃഷ്ടിച്ച വസ്തുക്കൾക്ക് കൃത്യമായ വഴി കാണിച്ചു കൊടുക്കുകയും ചെയ്തവനാണ് എന്റെ രക്ഷിതാവ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് ജനത ചോദിച്ചില്ലേ, ഇബ്രാഹിം, ആരാണ് നിന്റെ രക്ഷിതാവ്? ഇബ്രാഹിം നബിയുടെ മറുപടി, ഖലഖനി, എന്നെ സൃഷ്ടിച്ചവൻ, സയഹ്ദീൻ, എനിക്ക് വഴി കാണിച്ചു തന്നവൻ, എന്നെ ജനിപ്പിച്ചവൻ, എന്നെ മരിപ്പിക്കുന്നവൻ. ആ ഒരു സന്ദേശമാണ് അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഈ സമൂഹത്തെ പരിചയപ്പെടുത്തിയത്. ഏതൊരു മനുഷ്യന്റെയും ജീവിതത്തിൽ അവൻ കണ്ടെത്തേണ്ട ഏറ്റവും വലിയ പാഠം, എല്ലാം അറിയുന്ന, എല്ലാം നിയന്ത്രിക്കുന്ന ഒരു സൃഷ്ടാവ് നമ്മളോടൊപ്പമുണ്ട്. അവന്റെ കണ്ണിൽ പെടാതെ ഒന്നും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. അവൻ അറിയാതെ ഒരു ഇല പോലും പൊഴിയുന്നില്ല. അവൻ അറിയാതെ ഒരു ബീജം പോലും ഉമ്മയുടെ അണ്ഡാശയത്തിൽ അള്ളിപ്പിടിക്കുന്നില്ല. അല്ലാഹു ലാ ഇലാഹ ലാ തഖുദുഹു സിനത്തുൻ വലാ നൗമുൻ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും. ഉള്ളിലുള്ളതറിയുന്ന, അകമേ അറിയുന്ന,
മനുഷ്യന്റെ ദൃശ്യമറിയുന്ന, മനുഷ്യന്റെ അദൃശ്യമറിയുന്ന, മനുഷ്യന്റെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ഹയ്യുൽ ഖയ്യൂമായ, എന്നെന്നും നിലനിൽക്കുന്ന, ഉറക്കമോ മയക്കമോ ബാധിക്കാത്ത ആ സൃഷ്ടാവിനെ, അല്ലാഹുവിനെ നിങ്ങൾ ആരാധിക്കണം. അല്ലാഹുവിനോട് നിങ്ങൾ അടുക്കണം. ആ അല്ലാഹുവിനോട് നിങ്ങൾ ചേർന്ന് നിൽക്കണം. എന്നിട്ട് നിങ്ങൾക്ക് പ്രഖ്യാപിക്കാൻ പറ്റണം, അല്ലാഹുവേ, എന്റെ ജീവിതം നിന്നിലേക്ക് ഞാൻ ചേർത്ത് നിർത്തിയിരിക്കുന്നു എന്ന്. ആ സന്ദേശമാണ് ഇസ്ലാം ലോകത്തിന് കൊടുക്കുന്ന സന്ദേശം. പക്ഷെ ആ സന്ദേശം പരിചയപ്പെടുത്തുന്ന ഇസ്ലാം ഇന്ന് തീവ്രവാദത്തിന്റെ മതമാകുന്നു, ഭീകരവാദത്തിന്റെ മതമാകുന്നു. മുസ്ലിം സ്ത്രീകളുടെ ശിരോവസ്ത്രം വർഗീയതയുടെ അടയാളങ്ങളാകുന്നു. മുസൽമാന്റെ താടിയും തലപ്പാവും തീവ്രവാദത്തിന്റെ അടയാളങ്ങളാകുന്നു. പരമോന്നത കോടതികളിൽ പോലും ആളുടെ നിറം നോക്കിയും ജാതി നോക്കിയും നീതിയും അനീതിയും വേർതിരിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഈ സമൂഹത്തിൽ ഒരിക്കലും മനുഷ്യന്റെ ജീവിതത്തിൽ തീവ്രവാദ വർഗീയ മതഭ്രാന്തിനെതിരെ സംസാരിച്ചൊരു മതമുണ്ടെങ്കിൽ അതിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം മാത്രമാണെന്ന് ഈ ലോകത്തോട് പറയാൻ നമുക്ക് സാധിക്കും. മദീന മിമ്പറിൽ വെച്ച് ആയിരക്കണക്കിന് സഹാബത്തിന്റെ മുഖത്ത് നോക്കി ലോകത്തിന്റെ തിരുദൂതൻ പറഞ്ഞൊരു വാക്കുണ്ട്, ലൈസ മിന്നാ മൻ ദആ ഇലൽ അസബിയ്യ. മതഭ്രാന്തിനു വേണ്ടി, ഗോത്രഭ്രാന്തിനു വേണ്ടി ആരെങ്കിലും ക്ഷണിച്ചാൽ, അതിനുവേണ്ടി ആരെങ്കിലും കൊലപാതകങ്ങൾ നടത്തിയാൽ, അതിനുവേണ്ടി ആരെങ്കിലും യുദ്ധങ്ങൾ നടത്തിയാൽ, ലൈസ മിന്നാ, അവൻ എന്നിൽപ്പെട്ടവനല്ല. മതത്തിന്റെ പേര് പറഞ്ഞ് ചാവേറുകളായി, പൊട്ടിത്തെറിക്കുന്ന ബോംബുകളായി അങ്ങ് പാകിസ്ഥാന്റെ മണ്ണിൽ കിടന്നു മരിച്ചാലും, സിറിയയിലെ താഴ്വാരങ്ങളിൽ ചെന്ന് മരിച്ചാലും, എന്തിന് കേരളത്തിന്റെ ഓരങ്ങളിൽ കിടന്നു മരിച്ചാലും, ആ മനുഷ്യൻ ഇന്ത്യയുടെ അല്ലെങ്കിൽ ജമ്മു കാശ്മീരിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ കിടന്നു മരിച്ചാലും, ആ മരിച്ചവനെ നോക്കി ഒരു മുസൽമാന് പറയാൻ സാധിക്കും, ലൈസ മിന്നാ, അവൻ ഒരിക്കലും അള്ളാഹുവിന്റെ മതത്തോട് ചേർന്ന് നിന്നവനല്ല. കാരണം ഇസ്ലാം നീതിയുടെ മതമാ, ഇസ്ലാം ധർമ്മത്തിന്റെ മതമാ, ഇസ്ലാം സാഹോദര്യത്തിന്റെ മതമാ. എന്റെ മകൾ ഫാത്തിമയാണ് കക്കുന്നതെങ്കിൽ പോലും കട്ട ഫാത്തിമയുടെ കൈ ഞാൻ വെട്ടുമെന്ന് ലോകത്തെ പഠിപ്പിച്ച എന്റെ പ്രവാചകൻ ഒരിക്കലും മതഭ്രാന്തിന് അടിമപ്പെട്ടിട്ടില്ല. എന്റെ മകൾ ഫാത്തിമയാണ് കക്കുന്നതെങ്കിൽ കട്ട ഫാത്തിമയോട് ഞാൻ നീതിയോടെ പെരുമാറുമെന്ന് ലോകത്തെ പഠിപ്പിച്ച എന്റെ ഹബീബിന്റെ മതത്തിനൊരിക്കലും ഗോത്രഭ്രാന്തിന്റെയോ തീവ്രഭ്രാന്തിന്റെയോ തീവ്ര മതത്തിന്റെയോ വക്താവായി അവതരിപ്പിക്കാൻ സാധിക്കുകയില്ല. മറിച്ച് ഇസ്ലാം കാരുണ്യമാ, ഇസ്ലാം സ്നേഹത്തിന്റെ സന്ദേശമാ. അതുകൊണ്ടാണല്ലോ ആദ്യമായി ഒരു ശവം കൊണ്ടുപോകുമ്പോ എഴുന്നേറ്റ് നിന്ന് തന്റെ തലപ്പാ വഹിച്ച ലോകത്തിന്റെ തിരുദൂതനോട് സഹാബത്ത് ചോദിക്കുന്നുണ്ട്, നബിയേ, അതൊരു ജൂതന്റെ മയ്യത്തല്ലേ, ഒരു ജൂതന്റെ ശവമല്ലേ നബിയേ? ചോദിച്ചവന്റെ മുഖത്തേക്ക് നോക്കി എന്തേ അവനും മനുഷ്യനല്ലേ എന്ന് തിരിച്ചു ചോദിച്ച എന്റെ ഹബീബായ പ്രവാചകൻ ഒരിക്കലും ഒരു തീവ്രവാദിയായി മാറാൻ സാധിക്കുകയില്ല. അയൽപ്പക്കക്കാരൻ പട്ടിണി കിടക്കുമ്പോ വയറ് നിറച്ച് ഭക്ഷിക്കുന്നവൻ മുസൽമാൻ അല്ല എന്ന് ഈ ലോകത്തെ പഠിപ്പിച്ച എന്റെ പ്രവാചകൻ ഒരിക്കലും ഒരു വർഗീയവാദിയായി മാറാൻ സാധിക്കുകയില്ല. പക്ഷിക്കുഞ്ഞുങ്ങളോടും ഉറുമ്പ് കൂട്ടങ്ങളോട് പോലും നിങ്ങൾ ന്യായം കാണിക്കണമെന്ന് പഠിപ്പിച്ച എന്റെ പ്രവാചകൻ ഒരിക്കലും ഒരു തീവ്രവാദത്തിന്റെയോ വർഗീയതയുടെയോ വിഭാഗീയതയുടെയോ വക്തായായി മാറാൻ സാധിക്കുകയില്ല. നിങ്ങൾ അന്യായമായി ഒരാളെ കൊന്നാൽ, അന്യായമായി ഒരാളെ നിങ്ങൾ കൊന്നാൽ ഈ ലോകത്തുള്ള 800 കോടി മനുഷ്യരെയും സർവ്വ മനുഷ്യരെയും കൊന്നവനെ പോലെയാണെന്ന് ഈ സമൂഹത്തെ പഠിപ്പിച്ച എന്റെ പ്രവാചകൻ ഒരിക്കലും ഭീകരവാദത്തിന്റെ, വർഗീയതയുടെ, തീവ്രവാദത്തിന്റെ, അമുസ്ലിമീങ്ങളെ കണ്ടെടുത്ത് വെച്ച് കൊല്ലണമെന്ന് പഠിപ്പിക്കുന്ന ഒരു വക്താവായി മാറാൻ സാധിക്കുകയില്ല. മറിച്ച് ഇസ്ലാം സ്നേഹത്തിന്റെ സന്ദേശമാ, കാരുണ്യത്തിന്റെ സന്ദേശമാ. എന്നും ബന്ധങ്ങളെ ചേർത്ത് പിടിക്കാൻ പഠിപ്പിച്ച മതം അല്ലേ? നാളെ സിട്ടാവിന്റെ മുൻപിൽ നെറ്റിയുടെ തയമ്പുകളുമായി കയറി ചെല്ലുന്നവനോട് ലോകത്തിന്റെ റബ്ബ് പഠിപ്പിച്ചൊരു വാക്കുണ്ട്, വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വല്ലർഹാം. മനുഷ്യരെ, നിങ്ങളുടെ കുടുംബങ്ങളെ പറ്റി നിങ്ങളോട് നിങ്ങളുടെ ദൈവം ചോദിക്കും. ദൈവം ഏൽപ്പിച്ചു തന്ന നിങ്ങളുടെ കുടുംബങ്ങളെ പറ്റി ആ സിട്ടാവ് നിങ്ങളോട് ചോദിക്കും. ലാ യദ്ഖുലുൽ ജന്ന ഖാത്തിഉ റഹിമിൻ. കുടുംബ ബന്ധം മുറിച്ചവർ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലില്ല. മുഖത്തോട് മുഖം നോക്കാത്തവരോട്, പറഞ്ഞ സലാം മടക്കാത്തവരോട്, ക്ഷണിക്കാത്തവരോട്, ക്ഷണം സ്വീകരിക്കാത്തവരോട്, ഞാനും പെങ്ങളും അത്ര യോഗ്യത്തിലല്ല, ഞാനും ആങ്ങളെയും
അത്ര രസത്തിലല്ല എന്നൊക്കെ അഹങ്കാരത്തോടെ പറയുന്ന, നമസ്കരിക്കുന്ന, നോമ്പ് നോൽക്കുന്ന മുസ്ലിം സമുദായത്തോട് 1400 വർഷങ്ങൾക്ക് മുൻപ് ലോകത്തിന്റെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, ലാ യദ്ഖുലുൽ ജന്ന, നിങ്ങൾ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല, ഖാത്തിഉർ റഹ്മീൻ, കുടുംബബന്ധം മുറിക്കുന്ന ആളുകൾ. നാളെ റബ്ബിന്റെ മണ്ണിലേക്ക് കടക്കുമ്പോ പൊരുത്തത്തോടെ കിടക്കാൻ സാധിക്കണം. ഒരാളുടെയും മനസ്സ് വേദനിപ്പിക്കാതെ കിടക്കാൻ പറ്റണം. പള്ളിക്കാട്ടിലെ 6 അടി മണ്ണിൽ നിങ്ങൾക്ക് സമാധാനം ലഭിക്കണമെങ്കിൽ ഒരു മനസ്സും വേദനിപ്പിക്കാതെ, ഒരു കണ്ണും നിറയിപ്പിക്കാതെ നിങ്ങൾക്ക് സിട്ടാവിനെ കണ്ടുമുട്ടാൻ സാധിക്കണമെന്ന് ബന്ധങ്ങളുടെ, കുടുംബത്തിന്റെ പവിത്രത ലോകത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തൊരു മതമുണ്ടെങ്കിൽ പരിശുദ്ധ ഇസ്ലാം മാത്രമാ. ആലോചിച്ചു നോക്കൂ, എന്തേ ഇസ്ലാമിൽ വൃദ്ധസദനങ്ങൾ ഇല്ലാത്തത്? കാരണം ഒന്നു മാത്രം, ലോകത്തിന്റെ തിരുദൂതൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ജനതയെ പഠിപ്പിച്ചൊരു വാക്കുണ്ട്, മനുഷ്യരെ, നിങ്ങൾ ദൈവത്തെ തിരയേണ്ടത് പള്ളിമിനാരങ്ങളിലല്ല. മനുഷ്യരെ, നിങ്ങൾ ദൈവത്തെ തിരയേണ്ടത് അമ്പലങ്ങളുടെ പ്രതിഷ്ഠകളിലല്ല. മനുഷ്യരെ, നിങ്ങൾ ദൈവത്തെ തിരയേണ്ടത് ക്രൈസ്തവന്മാരുടെ പള്ളിമിനാരങ്ങളിലെ ചർച്ചിന്റെ പുൽക്കൂട്ടുകൾക്ക് താഴെയല്ല. ദൈവത്തെ നിങ്ങൾക്ക് കാണണോ? റിലല്ലാഹി ഫീ റിലൽ വാലിദൈൻ, നിന്നെ ജനിപ്പിച്ച മാതാവിന്റെ കണ്ണുകളിൽ നിന്ന് സന്തോഷത്തിന്റെ കണ്ണുനീര് വരുത്താൻ നിനക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ, നിനക്ക് വേണ്ടി ആയുസ് നീക്കിവെച്ച നിന്റെ പിതാവിന്റെ വിശ്വാസത്തിന്റെ മുൻപിൽ, നെടുവീർപ്പിന്റെ മുൻപിൽ നിനക്ക് സമാധാനം ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, നിന്നെ ഓർത്തവർ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ, നിനക്ക് വേണ്ടി അവർ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, നാളെ നിന്റെ കൈപിടിച്ച് നിന്നെ മകനായി പൂർണ്ണ തൃപ്തിയോടെ ആ മാതാപിതാക്കൾ മരണപ്പെടുന്നുണ്ടെങ്കിൽ, റിലല്ലാഹി ഫീ റിലൽ വാലിദൈൻ, ദൈവത്തിന്റെ തൃപ്തി നിങ്ങളുടെ രക്ഷിതാവിന്റെ തൃപ്തിയില. ദൈവത്തിന്റെ കോപം നിങ്ങളുടെ രക്ഷിതാവിന്റെ കോപത്തിലാണെന്ന് ഈ സമൂഹത്തെ പഠിപ്പിച്ച എന്റെ പ്രവാചകന്റെ മതം പരിശുദ്ധ ഇസ്ലാം. ആണുങ്ങളിൽ ഏറ്റവും നല്ലവൻ കപ്പടാമീശയും 6 പാക്ക് ബോഡിയും 6 ശമ്പളവും സിനിമാ നടന്റെ ലുക്കും നാട്ടിലെ പെണ്ണുങ്ങളുടെ മനസ്സിൽ രോമാഞ്ചമുണ്ടാക്കുന്ന ഭംഗിയുടെ രാജകുമാരന്മാരാണെന്ന് അല്ല ഇസ്ലാം ലോകത്തെ പഠിപ്പിച്ചത്. ഹിയാറുക്കും അഹ്സനുക്കും ലിന്നിസായിക്കും, ആണുങ്ങളുടെ ബലം അവന്റെ വീട്ടിലെ പെണ്ണിന്റെ മനസ്സിലാണെന്നും ആണിന്റെ വില അവന്റെ വീട്ടിലെ പെണ്ണിന്റെ ഹൃദയത്തിലാണെന്നും ആ വിലക്കനുസരിച്ച് ദൈവം മനുഷ്യനെ അളക്കുകയുള്ളൂ എന്നും ഈ ലോകത്തെ പഠിപ്പിച്ചൊരു മതമുണ്ടെങ്കിൽ അതിന്റെ ഇസ്ലാം മാത്രമാ. സഹോദരിമാരോട് പോലും ആരാണ് ഏറ്റവും നല്ല ഭാര്യ എന്ന ചോദ്യത്തിന് 1000 പുരുഷന്മാരുടെ മനസ്സുകളിൽ ഇളക്കമുണ്ടാക്കുന്ന, ചായം തേച്ച് വർണ്ണശബളമായ ശരീരത്തിന്റെ രോമകൂപങ്ങളുമായി ആണുങ്ങൾക്കിടയിൽ ഇറങ്ങുന്ന പെണ്ണല്ല ഏറ്റവും നല്ല സ്ത്രീ. എന്നാൽ വയസ്സിൽ മുഴുവൻ കുടുംബം പോറ്റാൻ വേണ്ടി കഷ്ടപ്പെടുന്ന, പകലന്തിയോളം മക്കളും ഭാര്യയും പട്ടിണി കിടക്കാതിരിക്കാൻ എല്ലുവെള്ളമാക്കുന്ന, ചോര നീരാക്കുന്ന, അല്ലെങ്കിൽ രക്തം വിയർപ്പാക്കി മാറ്റുന്ന ആണിന്റെ മനസ്സറിഞ്ഞ്, ആണിന്റെ ഹൃദയമറിഞ്ഞ്, ആണിന്റെ കണ്ണുനീരറിഞ്ഞ് ചേർന്ന് നിൽക്കുന്ന പെണ്ണാണ് ലോകത്തിൽ ഏറ്റവും സുന്ദരി എന്ന് ഈ സമൂഹത്തെ പഠിപ്പിച്ചൊരു മതമുണ്ടെങ്കിൽ അതെന്റെ ഇസ്ലാം, എന്റെ പ്രവാചകന്റെ മതമാണ്. ആ സന്ദേശമാണ് ഇസ്ലാം ലോകത്തെ പഠിപ്പിച്ച സന്ദേശം. അതോടൊപ്പം തന്നെ ഇസ്ലാം ലോകത്തോട് നീതിയോടെ ഓർമ്മപ്പെടുത്തി മക്കളോട് നീതി കാണിക്കണമെന്ന് പഠിപ്പിച്ച മതം. നീതിയോടെ നിങ്ങൾ നിങ്ങളുടെ മക്കളെ സമീപിക്കണമെന്ന് പഠിപ്പിച്ച മതം. പ്രിയപ്പെട്ടവരെ, നമ്മളെ നാട് ഏറെ മാറിക്കൊണ്ടിരിക്കുകയാ. 19 വയസ്സുകാരനാൽ കൊല ചെയ്യപ്പെടുന്ന മാതാക്കൾ, 24 വയസ്സുകാരനാൽ ക്രൂരമായി കൊല്ലപ്പെടുന്ന കുടുംബത്തിലെ 6ഓളം അംഗങ്ങൾ, പാവപ്പെട്ടവന്റെ കുടുംബത്തിൽ അല്ലെങ്കിൽ നിസ്സാരമായ ഒരു ഫെയർവെല്ലിന്റെ പേരിൽ നഞ്ചക്ക് കൊണ്ട് തലതല്ലിപ്പൊളിക്കുന്ന കലാലയ കൊലാലയ ക്യാമ്പസുകളായി മാറുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ലഹരി എത്രത്തോളം നമ്മളെ മക്കളെ സ്വാധീനിച്ചു എന്നുള്ളത് നമ്മളെ ഓരോരുത്തരെയും ഏറെ ആശങ്കപ്പെടുത്തേണ്ടതാ. മക്കളെ പലരും ചൂഷണം ചെയ്യുന്നുണ്ട്. അവരുടെ ഹൃദയത്തിൽ എന്തൊക്കെയോ മറ്റു ചിലർ കുത്തിവെക്കുന്നുണ്ട്. വയലൻസിനെ മാത്രം ഇഷ്ടപ്പെടുന്ന രീതിയിൽ, വയലൻസിനോട് താല്പര്യമുള്ള രീതിയിൽ അവരെ മക്കളെ പലരും കൊണ്ടുപോകുമ്പോ ജാഗ്രത കാണിക്കണം. ഇന്ന് കേൾക്കുന്നത് താമരശ്ശേരിയാണെങ്കിൽ അത് കൊടുവള്ളിയിലേക്ക് എത്താൻ അധിക കാലം വേണ്ട, അത് നന്മണ്ടയിലേക്ക് എത്താൻ അധിക കാലം വേണ്ട. മക്കളാൽ സംരക്ഷിക്കപ്പെടുമോ എന്ന ഭീതിയിൽ നിന്ന് മക്കളാൽ കൊല്ലപ്പെടുമോ എന്ന ഭീതിയിലേക്ക് ഈ സമൂഹം എത്തുന്നുണ്ടെങ്കിൽ ഒരൊറ്റ കാരണമേയുള്ളൂ, തിന്മകളുടെ മാതാവ്, തിന്മകളുടെ മാതാവ് ലഹരി,
ലഹരിയെ കൊണ്ടുള്ള വിപത്ത് ഈ സമൂഹത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുകയാ. അതൊരു സമുദായത്തെ മാത്രമല്ല, ഒരു നാടിനെ, ഒരു പ്രദേശത്തെ, ഒരു വിഭാഗത്തെ, മുഴുവൻ ജനങ്ങളെയും ആ ലഹരി എന്ന മഹാവിപത്ത് ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, നഷ്ടപ്പെടുത്തുന്നുണ്ടെങ്കിൽ, മക്കളെ, യുവാക്കളെ, നിങ്ങളൊരു പ്രതീക്ഷയാ. നിങ്ങളുടെ നാടിന്റെ പ്രതീക്ഷ, നിങ്ങളുടെ കുടുംബത്തിന്റെ പ്രതീക്ഷ നാവിനടിയിൽ തിരികലും മൂക്കിലേക്ക് വലിച്ചു കയറ്റലും അല്ലെങ്കിൽ ഞരമ്പുകളിൽ കുത്തിത്തായ്ത്തലും ആണത്തമാണെന്ന് വിചാരിക്കല്ലേ. ഏതോ സിനിമാ നേട്ടത്തിനു വേണ്ടി അഭിനയിച്ചു വിടുന്ന മോഡലുകൾക്ക് മുൻപിൽ ജീവിതം ഹനിപ്പിച്ചു കളയല്ലേ. നിങ്ങൾക്കായി സ്വപ്നം കണ്ട പാവപ്പെട്ടൊരു മാതാപിതാക്കളുണ്ട്, നിങ്ങൾക്കായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന പാവപ്പെട്ട മാതാപിതാക്കളുണ്ട്, നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന നിങ്ങളുടെ നാട്ടുകാരുണ്ട്, നിങ്ങളുടെ മഹല്ലുകാരുണ്ട്. നാളെ മറ്റന്നാള് റോട്ടിൽ പൊലിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ ക്രൂരമായി ജീവിതത്തിലേക്ക് അവസാന നാളുകൾ എത്തിപ്പെടുന്ന വേദനാജനകമായ ദുരിതത്തിലേക്ക് നിങ്ങൾ എത്തപ്പെടാതിരിക്കണമെങ്കിൽ ജീവിതം ആസ്വദിക്കാനുള്ളതാണെന്ന് പഠിപ്പിക്കുന്ന ഏത് പരസ്യക്കാരനോടും സിനിമാ നടനോടും പറയാൻ പറ്റണം, പോയി നോക്കാൻ അവന്റെ പണി. എന്നിട്ട് പറയണം, ഞാൻ എന്റെ വാപ്പാന്റെ പ്രതീക്ഷയാ, ഞാൻ എന്റെ ഉമ്മാന്റെ പ്രതീക്ഷയാ. എന്നെ അവർ ജനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ഓർത്തെന്റെ മാതാപിതാക്കൾ കരയരുത് എന്നൊരു മക്കൾക്ക് തീരുമാനമെടുക്കാൻ പറ്റാത്ത കാലത്തോളം ഈ സമൂഹത്തിൽ നിന്നും ലഹരിയെ തടയാൻ നമ്മളെ കൊണ്ട് സാധിക്കുകയില്ല. അത്രയേറെ സ്വയം നേട്ടത്തിനു വേണ്ടി ലഹരിയെ കുത്തയിഞ്ഞതാക്കുന്ന പലരും ഇന്ന് സമൂഹത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോ, സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി, ലഹരിക്ക് വേണ്ടി ആളുകൾ മത്സരിച്ചോടിക്കൊണ്ടിരിക്കുമ്പോ, ഈ സമൂഹത്തോട് 1400 വർഷങ്ങൾക്ക് മുൻപ് ലോകത്തിന്റെ ഹബീബാ നബി തങ്ങൾ പഠിപ്പിച്ചു, മനുഷ്യരെ, തിന്മകൾ, ലഹരികൾ സർവ്വ തിന്മകളുടെയും മാതാവാ. ലഹരി ശരീരത്തിൽ കയറിയോ നിങ്ങൾ വ്യഭിചാരിയാവും, ലഹരി ശരീരത്തിൽ കയറിയോ നിങ്ങൾ കൊലപാതകികളാകും, ലഹരി ശരീരത്തിൽ കയറിയോ പെങ്ങളെയും ആങ്ങളെയും തിരിച്ചറിയാൻ പറ്റാതാകും. അതുകൊണ്ട് ലഹരിക്കെതിരെ ഈ സദസ്സിൽ നെഞ്ച് തുറന്ന് നമുക്ക് പറയാൻ സാധിക്കണം, ഇന്ന സ്വലാത്തി വനുസുകി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. എന്റെ ജീവിതം, എന്റെ മരണം, എന്റെ ജീവിതത്തിലെ പ്രവർത്തനങ്ങൾ എന്റെ റബ്ബിന് മാത്രമായിരിക്കണമെന്ന് മനസ്സ് തുറന്നു പറയാൻ സാധിക്കണം. ഇനിയൊരു കുടുംബവും കണ്ണീര് കുടിക്കാൻ പാടില്ല. രാഷ്ട്രീയക്കാരനും മതക്കാരനും ഒരുമിച്ചിരുന്ന് പൊരുതണം ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി. രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന വർഗീയ ചിന്തകൾക്കെതിരെ, രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന മാരക വിപത്തപ്പെട്ട ലഹരിക്കെതിരെ ചോദ്യം ചെയ്യപ്പെടാത്ത രീതിയിൽ പേര് മാറ്റപ്പെട്ട് കടന്നു വരുമ്പോ ഓരോ നാട്ടുകാരനും നെഞ്ചു വിരിച്ചു നിൽക്കാൻ സാധിക്കണം. ഇന്നെന്റെ കൂട്ടുകാരന്റെ മകനാണെങ്കിൽ നാളെ എന്റെ മകനും എന്റെ മക്കളും അതിന്റെ ഭാഗമാകരുത് എന്ന് ചിന്തിക്കുന്ന ആർജവബോധമുള്ള, ആണത്തമുള്ള, സമൂഹ പ്രതിബദ്ധതയുള്ള ഒരു തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കണമെങ്കിൽ ഒരുമിച്ച് നിൽക്കണം മനുഷ്യരെ. നിന്നിട്ടില്ല എങ്കിൽ ഈ പോക്ക് തകർച്ചയിലേക്ക്, നാടിന്റെ തകർച്ചയിലേക്ക്. കാരണം ഏത് മനുഷ്യനും നാളെ മണ്ണിനടിയിലേക്ക് മടങ്ങാനുള്ളവനാ. തിരിച്ചു ചെല്ലുന്ന മണ്ണിനടിയിൽ കാത്തിരിക്കുന്ന സൃഷ്ടാവിന്റെ ചോദ്യത്തിന് നമുക്കുത്തരമുണ്ടാകണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കണം, എന്റെ ജീവിതം കൊണ്ട് ഞാൻ എന്റെ സമൂഹത്തിന് മാതൃകയായി ജീവിച്ചിട്ടുണ്ട് എന്ന്. ആ ഒരു സന്ദേശമാണ് ഇസ്ലാം ഈ ലോകത്തിന് കൊടുക്കുന്ന സന്ദേശം. അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചതുപോലെ, ഇന്നല്ലാഹ യുഹിബ്ബുൽ ലദീന യുഖാതിലൂന ഫീ സബീലിഹി സഫൻ. മാരക ലഹരിക്കെതിരെ ഒരുമിച്ച് നിൽക്കാൻ പറ്റണം, മാരക തിന്മകൾക്കെതിരെ ഒരുമിച്ച് നിൽക്കാൻ പറ്റണം. എന്നിട്ട് മലവെള്ളപ്പാച്ചിലിലെ ചണ്ടികളെ പോലെ ജീവിക്കുന്ന സമൂഹത്തിന്റെ മുൻപിൽ വേലിക്കെട്ടുകൾ തിരിച്ച് നന്മയുടെ പാന്താവ് കാണിച്ചു കൊടുക്കാൻ പറ്റണം. ആ തിരിച്ചറിവിനാകട്ടെ ഈ പെരുന്നാളിന്റെ പ്രഖ്യാപനമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച്, റബ്ബേ, അറിഞ്ഞുമറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ പറ്റിപ്പോയിട്ടുണ്ട്. എല്ലാം വിട്ടുപുറത്തു മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നീ ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടണമേ. നാഥാ, മരണപ്പെട്ടു പോയ സഹോദരി സഹോദരന്മാർ, മാതാപിതാക്കൾ, മക്കൾ, ഭാര്യമാർ, ഭർത്താക്കന്മാർ, എല്ലാവരുടെയും ഖബറുകൾ ഓരോരുത്തർക്കും നീ വിശാലമാക്കി കൊടുക്കണമേ. നാഥാ, നാട്ടിൽ വളർന്നുകൊണ്ടിരിക്കുന്ന തിന്മയാക്കപ്പെട്ട ലഹരിയിൽ നിന്ന് ഞങ്ങളെ നാടിനെയും മക്കളെയും നീ കാത്തുരക്ഷിക്കണമേ. നാഥാ, ചെറുതും വലുതുമായ പല അസുഖങ്ങളിലും ഏറെ പ്രയാസപ്പെടുന്നവരുണ്ട് റബ്ബേ. എല്ലാ അസുഖങ്ങളും എളുപ്പത്തിൽ ശിഫ നൽകി ആഫിയത്തോടെ ദീർഘായുസ്സോടെ ജീവിക്കാൻ ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് അൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഹു മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ
وأذل الشرك والمشركين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم انصر لغزة اللهم انصر لغزة اللهم انصر لغزة ദാദാ ലോകത്തിന്റെ രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിൽ ഇസ്ലാമുകൾ പലതും പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നടുക്കടലിൽ ജീവിക്കുന്ന റോഹിംഗ്യൻ മുസ്ലിമീങ്ങൾ, പട്ടിണിയുടെ പരിവട്ടത്തിൽ ജീവിക്കുന്ന സൊമാലിയയിലെ ഞങ്ങളുടെ മക്കൾ, ഓരോരുത്തർക്കും സമാധാനവും സന്ദേശവും നൽകി ജീവിതത്തിലേക്ക് നീ ഏറ്റവും വലിയ സമാധാനത്തിലേക്ക് എത്തിക്കണമേ. ഗസയുടെ തെരുവോരങ്ങളിൽ ശത്രുക്കളാൽ കൊല ചെയ്യപ്പെടുന്ന കുടുംബങ്ങൾക്ക് ആശ്വാസവും ഗസ എന്ന മഹാനഗരത്തിന്റെ വിജയവും ഫലസ്തീനിന്റെ സന്തോഷവും നീ എളുപ്പം സാധ്യമാക്കണമേ. اللهم انصر لغزة ഗസയെ സഹായിക്കണമേ നാഥ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. എല്ലാവർക്കും ഈദ് മുബാറക്. തഖബ്ബലല്ലാഹു മിന്നാ വമിൻകും. എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും അല്ലാഹു സ്വീകരിക്കട്ടെ. ഈ ആത്മവിശുദ്ധിയും പ്രഖ്യാപനവും ജീവിതത്തോട് ചേർത്ത് നിർത്തി, കുടുംബങ്ങൾ ചേർത്ത്, ബന്ധങ്ങൾ ചേർന്ന്, അക്രമങ്ങൾ പ്രവർത്തിക്കാതെ, തോന്നിവാസങ്ങൾക്ക് ഇടം കൊടുക്കാതെ ഈ പെരുന്നാൾ ആഘോഷിക്കാൻ എല്ലാവർക്കും റബ്ബ് തൗഫീക്ക് നൽകട്ടെ. വസല്ലല്ലാഹു അലാ നബീന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.